പെരിന്തൽമണ്ണ വലമ്പൂർ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ ഇഫ്താർ സംഘടിപ്പിച്ചു. വലമ്പൂർ പഴയ ജുമാഅത്ത് മസ്ജിദ് ഖത്തീബ് ഹംസ ഫൈസി സന്ദേശം കൈമാറി. മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് വലമ്പൂർ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ സമൂഹ ഇഫ്താർ സംഘടിപ്പിച്ചു. വിവിധ മതവിഭാഗങ്ങളിലെയും രാഷ്ട്രീയ സാമൂഹിക മതപ്രവർത്തകരുടെയും സാന്നിധ്യം പരിപാടിയെ ശ്രദ്ധേയമാക്കി. നാട്ടിലെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ച് സംഘടിപ്പിച്ച ഇഫ്താർ ഒരു നാടിന്റെ കൂട്ടായ്മയും സഹജീവിത സംസ്കാരവും പ്രകടമാക്കുന്ന വേദിയായി മാറി. വലമ്പൂർ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 5ാമത്തെ റമളാൻ ഇഫ്താർ സംഗമമാണ് ഈ വർഷം നടന്നത്. നാട്ടിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഏകദേശം 1700 പേർക്കുള്ള ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ വിവിധ വിഭവങ്ങൾ തയ്യാറാക്കി പങ്കെടുത്തവർക്കെല്ലാം വിതരണം ചെയ്യുകയും ചെയ്തു. നോമ്പുതുറക്ക് വേണ്ടി വലമ്പൂർ ടൌണിലെ 4 ഭാഗത്തേക്കും പോകുന്ന പ്രധാന റോഡുകളിലും ടൌണിലെ കടമുറികളുടെ മുന്നിലും ജനങ്ങൾക്കിരിക്കാൻ സൌകര്യമൊരുക്കി. വലിയ തോതിൽ ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് നോമ്പു തുറക്കാൻ കഴിയുന്ന വിധത്തിൽ യുവാക്കൾ ക്രമീകരണങ്ങൾ ഒരുക്കിയതും പരിപാടിയുടെ പ്രത്യേകതയായി. ഇഫ്താർ സമയമായ വൈകിട്ട് 6:25 റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും നോമ്പു തുറക്കാനുള്ള സൌകര്യമൊരുക്കി. യാത്രയിലായിരുന്ന കുടുംബങ്ങൾക്കും വാഹനങ്ങളിലുണ്ടായിരുന്നവർക്കും നോമ്പുതുറ വിഭവങ്ങൾ പാക്ക് ചെയ്ത് നേരിട്ട് വാഹനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തതും ശ്രദ്ധേയമായി. ഇഫ്താർ സംഗമത്തിൽ വലമ്പൂർ പഴയ ജുമാഅത്ത് മസ്ജിദ് ഖത്തീബ് ഹംസ ഫൈസി നാട്ടുകാർക്ക് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം കൈമാറി. ആ രൂപത്തിൽ തന്നെ നമ്മുടെ മതങ്ങളും ആശയങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നാം മുന്നോട്ട് പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗഹാർദ്ദത്തിന് നമ്മുടെ മറ്റുള്ള സമുദായത്തോടുള്ള ബഹുമാനത്തിനും ആദരവിനും യാതൊരു കുറച്ചിലും വരാതെ പരിപൂർണമായും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ വിശ്വാസിയുടെ അടയാളമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വലമ്പൂർ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ഇത്തരം കൂട്ടായ്മകൾ സമൂഹത്തിൽ സൌഹാർദ്ദവും പരസ്പര ബഹുമാനവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാണെന്നും അഭിപ്രായപ്പെട്ടു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും മതപണ്ഡിതരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടുകാരുടെ സഹകരണത്തോടെയും യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെയും സംഘടിപ്പിച്ച സമൂഹ ഇഫ്താർ വലമ്പൂരിന്റെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനോഹര മാതൃകയായി മാറി. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.